ഹലോ, അസ്സലാമു അലൈക്കും. മോളൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈദ് മുബാറക്ക് ഇട്ടോ. എല്ലാവർക്കും പറയാൻ കുറച്ച് വൈകിട്ടോ. കാരണം നമ്മൾ ഈദിന് വ്ളോഗൊക്കെ ചെയ്യണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഒക്കെ വീഡിയോസൊക്കെ ചെയ്യണം വിചാരിച്ചായിരുന്നു. പക്ഷേ ഓൾറെഡി നമ്മൾ കട അടിച്ച് വരാൻ 4 മണിയായി. 4 മണി വന്ന് പിന്നെ നമ്മളൊന്ന് കുളിച്ച് ഫ്രഷായി ഇവർ പള്ളിയിലൊക്കെ പോയി വന്ന് ചായ പോലും ഉണ്ടാക്കിയില്ലായിരുന്നു. വേഗം കിടന്നു, കുറച്ച് നേരം കിടന്ന് പിന്നെ എണീച്ചപ്പോൾ ഒരു 10-11 മണിയായിക്കുന്നു. വ്ളോഗും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ പിന്നെ അമ്മ വിളിച്ചു, നോമ്പ് പറക്കാനൊന്നും പോയില്ലായിരുന്നു, ഇങ്ങോട്ട് പോയി ഇനി ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ടായിരുന്നു. അപ്പോൾ നേരെ വീട്ടിലേക്ക് വിട്ടു, എൻ്റെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിരുന്നു, വേഗം പോയിട്ട് തിന്നു. അപ്പോൾ ഒരു വ്ളോഗും ഒന്നും ഫോട്ടോസ് പോലും നമ്മൾ എടുത്തില്ല. എല്ലാവരും കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോസ് പോലും നമ്മൾ ഇതായിട്ട് എടുത്തില്ലായിരുന്നു. അത്രയ്ക്ക് ക്ഷീണമായിരുന്നു. നമ്മളിപ്പോൾ ഇത്രയും ദിവസം ഈ കടയിൽ നിന്നിട്ട് രാത്രി ഉറക്കൊഴിച്ചൊക്കെ ക്ഷീണം. ഇനി നമ്മളെ കട വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ പീരാഞ്ചിറ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നൈറ്റി, ചുരിദാർ, വുമൻസ് ഐറ്റംസാണ്. നമുക്ക് ചാനലുണ്ട്, HSH വേൾഡ് കാരണം ചാനൽ. അടിപൊളി മോഡേൺ നൈറ്റികളൊക്കെ കേട്ടോ. അപ്പോൾ ഇനി അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കയറിയിട്ട് സെർച്ച് ചെയ്താൽ മതി. HSH വുമൻസ് ഫാഷൻ എന്നാണ് കടൻ്റെ പേര് കേട്ടോ. അപ്പോൾ അതിനും ഒരു ചാനലുണ്ട്, അത് ചുരിദാറ് കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ നേരെ വീട്ടിലൊക്കെ പോയി അവിടുന്ന് ചോറിന്ന് ഒന്നും കൂടെ കിടന്നുറങ്ങി ക്ഷീണം മാറ്റി. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടെ ആങ്ങളമാർ, 2 ആങ്ങളമാരെ ഇവിടെ ഉള്ളൂ, ഒരാൾ ഇവിടെ ഇല്ല. അപ്പോൾ അവരെ വൈഫുകളും ഉമ്മൊക്കെ ഉണ്ട്, ഉപ്പയില്ല കേട്ടോ. അവരെല്ലാവരും കൂടെ പറഞ്ഞ് നമ്മളെല്ലാവരും ഒന്ന് കൂട്ടായി പോകും. നമ്മളവിടെ പെരുന്നാളായ കൂട്ടായി പോക്ക് ഒരു മസ്റ്റാണ്. നമുക്കെടുത്ത് കൂട്ടായി താന്നൂരിനേക്കാളും നമുക്കിഷ്ടം കൂട്ടായിയാണ്. അപ്പം നമ്മൾ കൂട്ടായി അഴിമുഖം പോകാൻ വെച്ചു, പടിഞ്ഞാറക്കര ബീച്ച്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അങ്ങോട്ട് കടക്കാൻ പോലും പറ്റില്ല, അത്രക്ക് തിരക്കെന്ന് പറഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാനൊന്നും. അങ്ങനെ നമ്മളെങ്കിലും ഇറങ്ങിയിട്ട് ഒരു പറമ്പൊക്കെ ചാടി, അതാണ് ഗേറ്റൊന്നും കാണിക്കാത്ത വീഡിയോയിൽ, പറമ്പൊക്കെ ചാടി ബീച്ചിലെത്തിയപ്പോൾ ഭയങ്കര കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം. അവർക്കെല്ലാം ഇപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ടത്. അപ്പം ഞങ്ങളുടെ ചെറിയ കുട്ടിയാണ്, അവനൊക്കെ ഭയങ്കര സന്തോഷം. അപ്പം നമ്മൾ അങ്ങനെ കടയിലൊക്കെ പോയി. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ലക്ഷ്യമുണ്ട്, അവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികളെ. അതൊന്നും നമ്മൾ വീഡിയോ ചെയ്തില്ല. കുട്ടികൾ നമ്മളൊരു ഭാഗത്ത് ഇരുന്ന് ക്ഷീണിച്ചു. കുട്ടികൾ പോയിട്ട് അവർ സ്വയം ഇഷ്ടത്തിന് കളിച്ച് വന്നു. അവിടെ എല്ലാം ട്രെയിനും കാര്യങ്ങളും അങ്ങനെ കുട്ടികളായിട്ടുള്ള ചെറിയ പാർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഇരുട്ടാവണം മുമ്പ് ആദ്യം കടലിലൊക്കെ പോയിട്ട് ഒന്ന് മക്കൾക്ക് ആർക്കപ്പാടെ ഇഷ്ടമുള്ളത് കടലിൽ കളിക്കുക. ഇതിനൊക്കെ കടലിൽ നിന്നിട്ട് ചീറിയിട്ട് അത്രക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഫുള്ളായിട്ടൊക്കെ നമ്മളിത് നേരത്തെ കണ്ടൊന്നുമില്ല കേട്ടോ, കാരണം നമ്മളെപ്പോഴും പോകണമല്ലേ. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് കടലിൽ കളിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നിറവേറ്റി. അങ്ങനെ നമ്മൾ പിന്നെ ഒരുപാട് പിള്ളേരൊക്കെ ഫുൾ ഡ്രസ്സൊക്കെ കൂടി കടലിൽ കളിച്ച് നമ്മൾ അത്യാവശ്യം തന്നെ ചെയ്തിട്ടുണ്ട്. രാത്രിയായില്ലേ ഞാര് കാണാനും. അല്ലാതെ നിങ്ങൾ എല്ലാവരും പഴയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത് ബീച്ചിക്കല്ലേ. ആളുകളെ കാര്യമൊന്നും പറയണ്ട, എത്ര ആളുകൾ നമ്മളെ നാട്ടിലുണ്ടോയെന്ന് തോന്നും. നാടല്ലല്ല, പല സ്ഥലത്തുനിന്ന് വരുന്നുണ്ടാവും ഈ കാര്യം. അത്രയും ആളുകൾ, അത്രയും തോന്നെ സ്ഥലമുണ്ട് അവിടെ, ഒരുപാട് സ്ഥലമുണ്ട്. ആ സ്ഥലം ഫുള്ളും കണ്ട് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നടക്കാൻ പറ്റാത്ത അത്രയും ആളുകൾ. പിന്നെ അവിടെ പടിഞ്ഞാറക്കര ലൈറ്റ് ഷോ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കാറ്റാടിമരത്തിൻ്റെ കാറ്റാടിമരമാണ്. നമ്മൾ രാത്രിയായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു വ്യൂ ഒന്നും മനസ്സിലാവണില്ല. ഞങ്ങളെല്ലാവരും തെരണ്ടേസ്, ഐസ്ക്രീം, ഉപ്പിലിട്ടത് അതൊക്കെ തിന്ന് കുറേ. അതൊക്കെ നമ്മൾ പോകുമ്പോൾ രസം. അപ്പോൾ കാറ്റാടിമരത്തുമ്പോൾ ഫുള്ള് ലൈറ്റ് പിടിപ്പിച്ചിട്ട് ഫുള്ളായിട്ട് ലൈറ്റാണ് കേട്ടോ. അവിടെ എല്ലാ സ്ഥലത്തും ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിട്ടിട്ട് കാണാൻ. ഞങ്ങൾ ഫുള്ളൊന്നും നടന്ന് കണ്ടിട്ടില്ല, ആകെ ക്ഷീണിച്ചു പോയി അത്ര തന്നെ കണ്ടപ്പോൾ. കുട്ടികൾ പിന്നെ ഫുള്ളായിട്ട് നടന്ന് കണ്ടിട്ടോ. അവർക്ക് അതൊരു ഭയങ്കര എൻജോയ്മെൻറ്റ്. അവർ പിന്നെ കളിക്കാനും പിന്നെ ഊഞ്ഞാലാടാനും ഒക്കെ പോയി. ഞാനൊക്കെ കുറച്ചും കണ്ടപ്പോൾ തന്നെ ക്ഷീണിച്ച് പോയിട്ട് ഒരു സ്ഥലത്ത് അവിടെ ഇരുന്നു. പക്ഷെ ഭയങ്കര രസം ഇങ്ങനെ നോക്കി കാണാൻ, ലൈറ്റ് ഫുള്ളായിട്ടുള്ളത്. അതൊക്കെ പിന്നെ ഇതിങ്ങനെ നമ്മൾ പകല് പോവുകയാണെങ്കിൽ കാറ്റാടി മരങ്ങളാണ് ഫുള്ള്. അവിടെ ഭയങ്കര രസമായിട്ട് നല്ല കാറ്റൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ കാറ്റൊന്നുമില്ല, നിറയെ ആളുകൾ ഉണ്ടായിട്ടാണ് എന്താണാവും. അങ്ങനെ പിന്നെ നമ്മളിതുപോലെ നടപ്പാതുണ്ട്, നമ്മുടെ ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഇതിന് സ്റ്റെപ്പിലൊക്കെ നമ്മൾ ഇരുന്ന് കാറ്റുള്ളൊക്കെ ഒരു സ്ഥലമാണ്. ഇവിടെയൊക്കെ ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻറ്റാണ്. ഫുള്ളായിട്ട് ലൈറ്റ്, നല്ല ഭംഗിയിട്ട് ഇങ്ങനെ നടക്കുന്നത് കാണാൻ.
എല്ലാവരും ഇതിനോട് നടന്നിട്ടൊക്കെ ഒരു ഫോട്ടോസ് വീഡിയോസ് എടുത്തിട്ടുണ്ട്. നമ്മളതിൻ്റെ പുറത്ത് കിടന്നിട്ട് കുട്ടികളെ പാർക്കിൻ്റെ ഈ സൈഡിലേക്ക് പോകണം. അതിലേക്ക് പോയിട്ട് നമ്മളൊരു ഭാഗത്തിരിക്കും, കുട്ടികൾ പോയി കളിച്ച് വരും. അവർക്ക് പിന്നെ ഇത് പരിചിതമാണ്. പിന്നെ പാട്ടുണ്ട്, പിന്നെ ഡാൻസ് ഉണ്ട്, പലതവണ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അത്ര ആളായതുകൊണ്ട് ഒരു ഭാഗത്ത് ഇരിക്കില്ല, നിവർത്തില്ലായിരുന്നു. പിന്നെ അവിടെയൊക്കെ ഫുള്ളായിട്ട് ലൈറ്റ്, ഓരോ എല്ലാതും ലൈറ്റായിട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് അണിയിച്ചൊരുക്കി എന്ന് പറഞ്ഞാൽ മതി. പെരുന്നാൾ അങ്ങനെ ആയാലും ഉഷാറാക്കിയിട്ടുണ്ട്. കൂട്ടായി പടിഞ്ഞാറക്കര ബീച്ച്. അപ്പം പോവാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് നമ്മളെ ഭാഗത്ത് ജസ്റ്റ് നമുക്ക് പോകാൻ പറ്റിയ ദൂരമൊന്നും നമ്മൾ പോയിട്ട് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കൂട്ടായി പോവാത്തതിന് അത്രയ്ക്ക് പൊളിയാണ്. ഞാൻ ഈ വീഡിയോയിൽ കുറച്ചൊരു ഭാഗം മാത്രമേ കാണിച്ചുള്ളൂ. കാരണം നമ്മളിത് കാണുന്നിടയിൽ വീഡിയോ എടുക്കാൻ ഭയങ്കര ടാസ്ക്കാണ്. അപ്പം കുറച്ച് ഭാഗത്തൊക്കെ ഞാൻ വീഡിയോ എടുത്ത് ബാക്കി ഫുള്ളായിട്ട് എവിടെ ഇരുന്ന് കണ്ടു. അങ്ങോട്ട് നോക്കുമ്പോഴും ലേറ്റ്, ഇങ്ങോട്ട് നോക്കുമ്പോഴും ലേറ്റ്, നിറയെ ആളുകൾ കാണാൻ നല്ലൊരു ഭംഗിയെന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. അത് മെയിൻ ഗേറ്റാണ്. അപ്പം നമ്മളിവിടെ ഇരുന്നു ലാസ്റ്റ് ക്ഷീണിച്ചിട്ട്. പിന്നെ അവിടെ ഇരിക്കില്ല. പിന്നെ നമ്മൾ ഐസ്ക്രീം പോപ്കോണൊക്കെ തിന്നാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ ഈ സമയത്താണ് കുട്ടികൾ അവരെ ട്രെയിനും കാര്യങ്ങളും വെള്ളത്തിൽ ബോട്ട് ഒക്കെ ഉണ്ട്. അത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഫോൺ ഇവിടെ ഇരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ അവരൊക്കെ പോയി കളിച്ച് വന്നു. അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. പോവാത്തവരുണ്ടെങ്കിൽ നമ്മളെ ഭാഗത്ത് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ, വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോവുക. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നല്ല ഭംഗിയിട്ടാണ്. ഭംഗി തന്നെ അടിപൊളിയാണ്. അത് നിലത്തൊക്കെ ലൈറ്റ് പിടിപ്പിച്ചിരിക്കുക. ഇതിപ്പോൾ ഫോട്ടോഷൂട്ടിനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്. നമ്മളിപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഒന്നും മനസ്സിലാവാത്തൊരു രാത്രി നിറയെ ആളുകൾ കണ്ടിട്ടോ. അപ്പോൾ നമുക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ചും കൂടെ നേരത്തെ പോയാൽ ലൈറ്റും കാണാൻ നമ്മുടെ ഫോട്ടോസും ക്ലിയർ ഉണ്ടാവും. അപ്പം നമ്മൾ ഇനി പിന്നെ പോപ്കോണൊക്കെ വാങ്ങിയിട്ട് പോകാന്നുള്ളത്. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് കേട്ടോ. പക്ഷെ നമ്മൾ വീഡിയോ ഇത്രയേ എടുത്തുള്ളൂ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.